ഗുരുനാഥൻ തുണാചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ജന്മാദ്യസ്യ യതോന്മയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകാം വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ധാരാധരശ്യാമളാംഗം ഛുരികാചാപധാരിണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം വിശം ഹൃദി ഭാവയാമി. സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ അപാരമായ കരുണാവാത്സല്യാദികളെ കൊണ്ട് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു യജ്ഞം ഈ ശ്രീമദ് ഭാഗവത തത്വവിചാര സത്രമാകുന്ന യജ്ഞം ഈ നൈമിഷാരണ്യത്തില് വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതില് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആവിർഭാവം, അതിൻ്റെ അവതരണം, അതാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ ഇതാ ഇവിടെ പ്രകീർത്തിക്കാൻ വേണ്ടി ഈ എളിയവനിൽ ഏൽപ്പിച്ച കടമ. ഭാഗവതാവതാരം അഥവാ ഭാഗവതാവതരണം. അവതാരം എന്ന് പറയുമ്പോൾ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വരവാണ്. ഇനി പറയാൻ പോകുന്നു ഭാഗവതത്തിൽ നിഗമകൽപ്പതരോർഗളിതം ഫലം. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്ന് ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലൂടെ വ്യാസ ശുഖ നാരദ സൂത പരമ്പരകളിലൂടെ നമ്മളിലേക്ക് ഗുരുപരമ്പരകളിലൂടെ എത്തിച്ചേർന്നതാണ്, താഴത്തേക്ക് അടർന്നു വീണതാണ് ഈ ശ്രീമദ് ഭാഗവതമാകുന്ന ഈ ഫലം എന്ന്. അപ്പോൾ ആ അവതാരത്തിൻ്റെ മുമ്പിൽ ഒരു വിളക്ക് വയ്ക്കാൻ ഈ ഉള്ളിവന് അവസരം തന്നു. അത് ഗുരുനാഥന്മാരുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതിക്കൊണ്ട് ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭാഗവത മഹാത്മ്യം അതും നമ്മൾ അല്പം ഒന്ന് സ്മരിക്കണമല്ലോ. പത്മപുരാണത്തില് വേദവ്യാസൻ ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. ശ്രീകൃഷ്ണായ വയം നുമാ. ഞങ്ങളെല്ലാവരും ആ ഭഗവാനെ കുറിച്ച് പ്രകീർത്തിക്കാനിതാ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ ആരംഭിക്കാം. ആരെയാണ് വന്ദിക്കുന്നത്? സച്ചിദാനന്ദരൂപായ. ഭഗവാന്റെ സ്വരൂപം എന്താ? ഭഗവാന്റെ ലക്ഷണം എന്താ? മഹർഷീശ്വരന്മാര് വേദവേദാന്തങ്ങളിലൂടെ ഭഗവത് സ്വരൂപത്തെ അഥവാ ആത്മസ്വരൂപത്തെ 3 വാക്കുകളെ കൊണ്ടാണ് പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഭഗവാൻ സത്യമാണ് അഥവാ സത് ആണ്. ഭഗവാൻ ചിത്ത് ജ്ഞാനസ്വരൂപനാണ്. ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. 3 വാക്കുകളാണ് ഭഗവാനെ കുറിച്ച്, ആത്മസ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ കുറിച്ച് ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. 3 വാക്കുകൾ. എന്താ ഈ സത്ത് എന്ന് വെച്ചാൽ? സത്ത്
സത്യം. സത്യം എന്ന് വെച്ചാൽ ത്രികാലാബാധിത്വം സത്യം. 3 കാലത്തിലും യാതൊരു വിധത്തിലുള്ള വ്യഭിചാരവും മാറ്റവുമില്ലാത്തത് ഏതൊന്നാണോ അതാണ് സത്യം. നമ്മളൊക്കെ ജീവിതത്തിൽ പല പല തവണ പറയുന്നൊരു വാക്കാണ് സത്യം 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 എന്ന്. പക്ഷേ യാതൊന്നിനാണോ യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ലാത്തത്, യത് ത്രിഷു കാലേഷ്വപി ന വ്യഭിചരതി തത് സത്യം. 3 കാലങ്ങളിലും യാതൊരു ത്രിഷു അവസ്ഥാസ്വപി ന വ്യഭിചരതി തത് സത്യം. 3 അവസ്ഥകളിലും യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. അത് ഉണ്ടായിട്ടില്ല, അത് നശിക്കുന്നതുമില്ല, അതെന്നും ഉള്ളതാണ്. അതാണ് സത്യം, അതാണ് പരബ്രഹ്മം, അതാണ് ഭഗവാൻ. പിന്നെ അവര് പറഞ്ഞു ഭഗവാൻ ചിത് സ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. അറിവായിട്ട് എല്ലാറ്റിൻ്റെയും ഉള്ളില് ഏതൊന്നാണോ അറിവായിട്ട് ശോഭിക്കുന്നത്, അറിവിൻ്റെയും അറിവായിട്ട് ശോഭിക്കുന്നത്, അത് ഭഗവാനാണ്. ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. ഇങ്ങനെ 3 വാക്കുകളാണ് സർവേശ്വരനായ ഭഗവാനെ കുറിച്ച് ഋഷീശ്വരന്മാര് ആ പരബ്രഹ്മത്തെ കുറിച്ച് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇനി ഭാഗവതം പറയുന്നുണ്ട്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. വേദാന്തത്തില് ബ്രഹ്മമെന്ന് പറയുന്നതും അതേപോലെ സാഖ്യയോഗ അനുസാരം പരമാത്മാവ് എന്ന് പറയുന്നതും ഭക്തന്മാര് ഭഗവാൻ എന്ന് പറയുന്നതും ഒരേ വസ്തുവിനെ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ സ്വരൂപം ഈ സത്ത ചിത്ത ആനന്ദം, സച്ചിദാനന്ദം, അതാണ് ഭഗവാന്റെ സ്വരൂപം. ഇതിനെയാണ് സ്വരൂപലക്ഷണം എന്ന് പറയാം. സ്വരൂപലക്ഷണം, ഭഗവാന്റെ സ്വരൂപം ഇതാണ്, സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ് ഭഗവാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഋഷീശ്വരന്മാര് ആ ഭഗവത് സ്വരൂപത്തെ അറിവില്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചില തടസ്ഥ ലക്ഷണത്തിലൂടെ, സ്വരൂപലക്ഷണമെന്നും തടസ്ഥ ലക്ഷണവും 2 മാർഗങ്ങളിലൂടെയാണ് പരിചയപ്പെടുത്തി തരിക. തടസ്ഥ ലക്ഷണം എന്താ? ഈ തടസ്ഥ ലക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ തടസ്സം 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 എന്ന് പറയാറുണ്ട്. ആ തടസ്സമല്ല തടസ്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം. തടത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഇതാണ് തടസ്ഥം എന്നുള്ള പദത്തിന്റെ അർത്ഥം. തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. കാട്ടില് വലിയ കൊടുങ്കാട്, ആ കാട്ടില് വഴി അറിയാതെ ഒരാൾ വന്നു പെട്ടു. വിശപ്പും ദാഹവും കൊണ്ടൊക്കെ വളരെ തളർന്നിരിക്കുന്നു അയാള്. അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെ നിന്നെങ്കിലും അല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കാട്ടിലൊക്കെ സഞ്ചരിച്ചു പരിചയമുള്ള മറ്റൊരാളെ ഇതാ അവിടെ കണ്ടെത്തുന്നത്. അയാളോട് ചോദിച്ചു, എവിടെ അല്പം വെള്ളം കിട്ടുക? എവിടെ നോക്കിയാലും മരങ്ങളുടെ പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ, വെള്ളം കാണാനില്ല. അപ്പോഴാണ് ഈ പുതുതായി വന്ന ആള്, കാട്ടിലെ വഴി അറിയുന്ന ആള് ഈ പരിചയമില്ലാത്ത ആൾക്ക് പറഞ്ഞു കൊടുത്തു, അതാ ദൂരെ ഒരു ഉയർന്ന മരം നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ആ മരത്തിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊള്ളുക, എന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. കാരണം ആ മരം നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്, തടത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിനെ ലക്ഷ്യമാക്കി പോകൂ, ജലം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ നയിക്കാറുണ്ട്. യഥാർത്ഥത്തില് തടസ്ഥ ലക്ഷണം അത് ഭഗവാന്റെ ലക്ഷണമല്ല, ലക്ഷ്യത്തെ കാണിക്കാനുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് നമുക്ക് പരിചയമുള്ള എന്തിനെയെങ്കിലും ആദ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കും. ഇതിനെയാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയാം. സാധാരണ അമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അമ്പിളിയമ്മാമനെ കാണിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങും. എന്നിട്ട് കുഞ്ഞിനോട് പറയും, മോളെ അതാ ആകാശത്ത് അമ്പിളിയമ്മാമനെ കാണാനില്ലേ? മോള് പറയും, ഞാൻ നോക്കിയിട്ട് കാണാനില്ലല്ലോ. അപ്പൊ അമ്മ പറയും, അതാ നമ്മുടെ മുറ്റത്തൊരു മാവ് നിൽക്കണു, അതിൻ്റെ ഒരു കൊമ്പ് നീ ആദ്യം കണ്ടു? ആ കൊമ്പ് കണ്ടു. ആ കൊമ്പിന്റെ മുകളിൽ നിന്ന് ഒരു ചാൺ ഉയരത്തില്, ഒരു കൈപ്പാട് ഉയരത്തിൽ അതാ നിൽക്കണു അമ്പിളിയമ്മാവൻ എന്ന് നമ്മളെ അമ്പിളിയമ്മാവനെ കാണിച്ചു തരാൻ വേണ്ടി, ദൂരെ എങ്ങോ കിടക്കുന്ന അമ്പിളിയമ്മാവനെ കാണിച്ചു തരാൻ വേണ്ടി
നമുക്ക് പരിചയമുള്ള ഒന്നിനെ ആദ്യം കാണിച്ചു തരും. എന്നിട്ട് അതിനോട് ബന്ധപ്പെടുത്തി ആ ദൂരെ കിടക്കുന്ന വസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ചുണ്ടുപലകയായിട്ട് അങ്ങോട്ട് നമുക്ക് കാണിച്ചു തരുന്ന രീതിയുണ്ട് ഗുരുനാഥന്മാർക്ക്. ഇതാണ് തടസ്ഥ ലക്ഷണം പറയാം. ജ്ഞാതാജ്ഞാതം, നമുക്കറിയാവുന്ന വസ്തുവിൽ നിന്ന് അറിയാത്ത ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു ചൂണ്ടുപലക, അതാണ് തടസ്ഥ ലക്ഷണം. എന്താ ഇവിടെ തടസ്ഥ ലക്ഷണം? ഭഗവാന്റെ വിശ്വോത്പത്യാതിഹേതവേ, ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് ഏതാണ് ഹേതു? നിങ്ങൾക്ക് എന്താ ഈ ലോകം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ, ലോകം ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ലോകമാകുന്ന ഈ കാര്യത്തിന്, ഈ ഉൽപ്പന്നത്തിന് ലോകം ഉണ്ടായതാണ്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിന്, കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവാതെ വയ്യ. കാരണമില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ലോകവും ഉണ്ടായതാണ് എങ്കിൽ ഈ ലോകത്തിന്റെ കാരണം ഏത് എന്ന് ചിന്തിച്ചു നോക്കൂ. അതേപോലെ ലോകത്തിന്റെ നിലനിൽപ്പ് ഏതൊന്നിലാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകം നശിക്കും, അതിനും കാരണം എന്തെങ്കിലും ഉണ്ടാവും, ആ കാരണത്തെയും ചിന്തിക്കൂ. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ, വിശ്വത്തിന്റെ ഉത്പത്തിക്കും സ്ഥിതിക്കും നാശത്തിനുമൊക്കെ കാരണമായിട്ടുള്ള ആ ചിച്ഛക്തി, അത് തന്നെയാണ് ഭഗവാൻ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ. അപ്പൊ നമ്മളെ പോലെയുള്ളവർ ചോദിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭഗവാനെ ആരാധിക്കുന്നത്? താപത്രയ വിനാശായ. ആധിഭൗതികങ്ങളും ആധിദൈവികങ്ങളും ആധ്യാത്മികങ്ങളുമായിട്ടുള്ള സകല ദുഃഖങ്ങളും ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ ആ ഈശ്വരനെ ആരാധിക്കൂ. ഇനിയും നിങ്ങൾക്ക് ആ ഭഗവാനെ പിടികിട്ടിയിട്ടില്ല എങ്കിൽ ആ ഭഗവാന്റെ നിങ്ങൾക്ക് സ്മരിക്കാവുന്ന, നിങ്ങൾക്ക് ഓർക്കാവുന്ന ഒരു സ്വരൂപം ഞാൻ പറഞ്ഞു തരാം. ശ്രീകൃഷ്ണായ വയം നുമാ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നിങ്ങൾ ആരാധന ചെയ്യൂ എന്ന് വേദവ്യാസ ഋഷി ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുമ്പോൾ തന്നെ ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്, നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ കാണാം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ ജഗത് വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ഭാഗവതത്തിന്റെ ആരംഭത്തില് പരബ്രഹ്മ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണം നാരായണം വന്ദേ, ആ ഭഗവാന്റെ മൂർത്തമായ സ്വരൂപമായി കൃഷ്ണം വന്ദേ വ്രജപ്രിയം, വൃന്ദാവനത്തിലെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണനിലേക്ക് നമ്മളെ ഭാഗവതാദി പുരാണങ്ങളിലൂടെ എത്തിച്ച മറ്റൊരു കൃഷ്ണനുണ്ട്. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണദ്വൈപായനൻ, ആ വേദവ്യാസ മഹർഷി, അദ്ദേഹത്തിന് നമസ്കാരം. കൃഷ്ണം വന്ദേ പൃഥാസുതം, പൃഥയുടെ സുധനായി, പാർത്ഥനായി ഇതാ ആ ഭഗവാനിലേക്ക് വ്യാസോപദിഷ്ടമായ മാർഗത്തിലൂടെ ആ നാരായണിലേക്ക് ആദ്യമായി എത്തിച്ചേർന്ന നരനായിട്ടുള്ള ആ അർജുനന് നമസ്കാരം എന്നുള്ള ഒരു മംഗളശ്ലോകം. അങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആരംഭിക്കുന്നത്. ആ ഭാഗവതമാണ് ഇന്നിതാ ഈ നൈമിഷാരണ്യത്തില് വീണ്ടും അവതരിക്കാൻ വേണ്ടി, വീണ്ടും ഉദിക്കാൻ വേണ്ടി തയ്യാറായിട്ട്, അല്ലെങ്കിൽ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആ ഭാഗവതമാകുന്ന സൂര്യനാണ്. ആ ഭാഗവതമാകുന്ന സൂര്യൻ ഭാഗവതത്തിൽ ആദ്യം തന്നെ കാണാം, സത്യം പരം ധീമഹി. ധീമഹി എന്നുള്ള ശബ്ദത്തോടുകൂടി, ഗായത്രി മന്ത്രത്തിന്റെ സൂചനയോടുകൂടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. ഗായത്രി മന്ത്രം കൊണ്ട് ഏതൊരു ഭഗവാനെയാണോ ഇതാ ആ ജ്ഞാനപ്രകാശത്തെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമാത്മസ്വരൂപനായ ഭഗവാനെയാണോ
നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് കാണിക്കുമാറ് സത്യം പരം ധീമഹി, ധീമഹി എന്നുള്ള മന്ത്രത്തോടുകൂടി ഭാഗവതം ആരംഭിക്കണം. ഇനി ഭാഗവതത്തിന്റെ അവസാനം കാണാം, സത്യം പരം ധീമഹി കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്ന് ഭാഗവതത്തിന്റെ അവസാനവും ധീമഹി ശബ്ദം. അതേപോലെ തന്നെ ഭാഗവതം സൂതൻ ഉപദേശിച്ച് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തില് അവിടെ കാണാം ദ്വാദശാദിത്യന്മാരെ വർണ്ണിക്കുന്ന രംഗം. ദ്വാദശാദിത്യന്മാരെ വന്ദിച്ച അവസാനം ആ ചരൻ സമന്താ തനുതേ പരത്ര ഇഹച സന്മതിം, സന്മതിയെ നൽകിക്കൊണ്ട് സദ്ബുദ്ധിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് ധിയോയോന പ്രചോദയാതെന്ന് ഇതാ നമ്മളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് സദ്ബുദ്ധിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇതാ ആ സൂര്യഭഗവാൻ ലോകത്തിന് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ആ ഗായത്രി മന്ത്രത്തിന്റെ സൂചന സൂതന്റെ ഉപദേശത്തിന്റെ അവസാനം ദ്വാദശസ്കന്ധത്തില് ആ ദ്വാദശസ്കന്ധാർത്ഥ നിരൂപണം എന്ന 12-ാമത്തെ അധ്യായത്തിന്റെ തൊട്ടു മുമ്പേ 11-ാമത്തെ അധ്യായത്തില് അവസാനത്തിലും സൂതൻ നിബന്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗായത്രി മന്ത്രമാണ് ഭാഗവതത്തിന്റെ മുഴുവൻ അടിസ്ഥാനമായിട്ടുള്ളത്. അഥവാ ഗായത്രി മന്ത്രത്താൽ പ്രതിപാദ്യനായ ആ പരബ്രഹ്മമാണ് ഇവിടെയും ഉപാസ്യ ദേവത എന്ന് പ്രതിപാദിക്കുമാർ ഭാഗവതം ഗായത്രി മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് എന്ന് ഇതാ സൂരികളായിട്ടുള്ള ഗുരു പരമ്പര അരുളി ചെയ്തത് സത്യമാക്കുമാറ് ഗായത്രി മന്ത്രം ആസകലം മഹാത്മ്യത്തിലും പറയുന്നുണ്ട്. വേദാതിർവേദമാദാച, വേദാദിയായ പ്രണവും അതേപോലെ വേദവും ഈ ഗായത്രി മന്ത്രവും ഭഗവാന്റെ സ്വരൂപവും ഭാഗവതവും ഇത് തമ്മിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഭാഗവത മഹാത്മ്യവും അരുളി ചെയ്യണു. അപ്പോ ഭാഗവതം കൊണ്ട് സൂര്യഭഗവാൻ ജ്ഞാനപ്രദാതാവായി ഇതാ എപ്രകാരം ഈ സൂര്യൻ നമുക്ക് വെളിച്ചം പകർന്നു തരുന്നു, അതേപോലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പെട്ടുഴലുന്ന ഓരോ ജീവനും നിരസ്തകുഹകം സകലവിധ അജ്ഞാന അന്ധകാരങ്ങളെയും അകറ്റിക്കൊണ്ട് അതിഥിതീർഷതാം തമോന്ധം ഈ അജ്ഞാനസാഗരത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സകലവിധ അന്ധകാരത്തെയും ഇല്ലാതാക്കുമാറ് ഈ ഭാഗവത സൂര്യനിത ഈ നൈമിഷാരണ്യത്തില് ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗവത സൂര്യന്റെ മുൻപില് വിളക്ക് കൊളുത്തി വെക്കാൻ അതിനാണ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണ ആരെങ്കിലും സൂര്യന് കണ്ണ് കാണാൻ വേണ്ടിയിട്ട് വിളക്ക് കൊളുത്താറുണ്ട്? സൂര്യന് കണ്ണ് കാണാൻ വേണ്ടി വിളക്ക് കൊളുത്താറില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ സാധാരണ സൂര്യോദയത്തില് വിളക്ക് കൊളുത്തി വെക്കാറുണ്ട്. ഭാഗവതത്തിൽ തന്നെ കാണാം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പാണ്ഡവർ പക്ഷത്തിൽ നിന്ന് തിരിച്ചെഴുന്നള്ളുന്ന സന്ദർഭത്തില് ആ ദ്വാരകാവാസികൾ ഭഗവാനെ ഗംഭീരമായിട്ട് എതിരേറ്റു, വരവേറ്റു. അവിടെ വേദവ്യാസ മഹർഷി പറയാണ്, രവേർദീപമിവാദൃത, സൂര്യന്റെ മുൻപിൽ വിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെ ഭഗവാനെ സ്വീകരിച്ചു. എന്താ അതുകൊണ്ട് കാണിക്കുന്നത്? സൂര്യന് കണ്ടു കാണാൻ വേണ്ടിയിട്ടല്ല. അതേപോലെ ഈ വാക്കുകള് ഈ ഭാഗവത സൂര്യന്റെ മഹാത്മ്യത്തെ അതിനെ പ്രകാശിപ്പിക്കാനൊന്നും നമ്മളുടെ വാക്കുകൾക്ക് ശക്തിയില്ല. പിന്നെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണെങ്കിൽ നമ്മൾ എന്തിനാ സൂര്യന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെക്കുന്നത്? നമ്മളുടെ ഒരു ആദരവ്, നമ്മളുടെ ഒരു നമസ്കാരം, നമ്മളുടെ ഒരു പൂജ ആ ഭഗവാന്റെ മുമ്പിൽ അറിയിക്കുന്നത് പോലെ ഈ ഭാഗവതമാകുന്ന സൂര്യന്റെ മുൻപില് ഈ അടിയന്റെ നമസ്കാരമായിട്ട് ആദരപ്രകടനമായിട്ട് ഈ വാക്കുകൾ തീരണം. അതാണ് വേണ്ടത്.
അല്ലാതെ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു കളയാം, ഭാഗവതത്തെ കുറിച്ച് പ്രകാശിപ്പിച്ചു കളയാം, ഈ വക അഹങ്കാരങ്ങളൊന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല. കാരണം അത് പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ഭഗവാന്റെ തന്നെ തേനേയം വാങ്മയീ മൂർത്തി, ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണത്. ആ ഭാഗവതം മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ, ഉദ്ധവൻ ചോദിക്കുകയാണ് അത്രേ ഭഗവാനോട്, ഈ കലികാലമാണ് ആരംഭിക്കാൻ പോകുന്നത്, അവിടുത്തെ സ്വർഗാരോഹണത്തിന് ശേഷം കലികാലം ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭഗവാനെ വേദാന്ത മാർഗങ്ങളിലൂടെ അവിടുത്തെ അടുത്തേക്ക് എത്താൻ സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് സാധാരണക്കാർക്ക് കൂടി അവിടുത്തെ അടുത്തെത്താനുള്ള മാർഗം അവിടുന്ന് ഉപദേശിക്കണേ, അവിടുന്ന് അവിടുത്തെ ഈ ദിവ്യസ്വരൂപം മറക്കരുതേ എന്ന് ഉദ്ധവൻ ആവശ്യപ്പെട്ടപ്പോ ഭഗവാൻ തോന്നിയിത്രേ, ഭഗവാന് തോന്നി അത് ശരിയാണ്. അതുകൊണ്ട് ഇത്യുദ്ധവവച ശ്രുത്വാം പ്രഭാസേ അചിന്തയദ്ധരി, ഭഗവാൻ ചിന്തിച്ചു എന്നാണ്. അതിനുശേഷം സ്വകീയം യദ്ഭവേത്തേജഃ തച്ച ഭാഗവതേ അദധാത്, തന്റെ തേജസ് മുഴുവൻ ഈ ഭാഗവതമാകുന്ന സമുദ്രത്തിലേക്കാണത്രേ ശ്രീകൃഷ്ണചന്ദ്രൻ അസ്തമിച്ചത്. പ്രഭാസ തീർത്ഥത്തിലെ ആ സമുദ്രത്തിലല്ല, മറിച്ച് ഈ തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം, ശ്രീമദ് ഭാഗവതമാകുന്ന സമുദ്രത്തിലേക്കാണ് ആ ഭഗവാൻ അന്തർധാനം ചെയ്തത്. സ്വകീയം യദ്ഭവേത്തേജ തച്ച ഭാഗവതേ ദധാൽ തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം തേനേയം വാങ്മയീ മൂർത്തി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്നാണ് ഭാഗവത മഹാത്മ്യത്തില് പത്മപുരാണത്തില് വേദവ്യാസ മഹർഷി നമ്മളോട് അരുളി ചെയ്യുന്നത്. അപ്പൊ അത്രയൊക്കെ മഹാത്മ്യമുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതമാകുന്ന സൂര്യൻ ആണ് ദാ ഇവിടെ ഉദിച്ചിരിക്കുന്നത്. ആ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രകാശം നമ്മളുടെ ഉള്ളിലേക്കെല്ലാം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതം ഇതാ ആരംഭിക്കുകയാണ്. ജന്മാദ്യസ്യതോന്വയാതിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തിനെ ഞങ്ങളെല്ലാവരും ഇതാ ധ്യാനിക്കണു, ഞങ്ങളിതാ ധ്യാനിക്കണു എന്ന് തൻ്റെ ആ ഭാഗവതത്തിന്റെ ആ ആത്മാവായിട്ട് അല്ലെങ്കിൽ ഭാഗവത സ്വരൂപനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ഇതാ വേദവ്യാസ മഹർഷി വന്ദിക്കുകയാണ്. സത്യം പരം ധീമഹി. എന്താ ഈ പരം എന്ന് വെച്ചാൽ തന്നെ, പരം എന്ന് വെച്ചാൽ ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് അവിടെ നവയോഗികളുടെ ഉപദേശത്തില് പറയുന്നുണ്ട്, ആ യാതൊന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുവായിട്ട് നിൽക്കുന്നത്, സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതുരഹേതുരസ്യാം യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്ഥിത്യുദ്ഭവ ക്ഷയങ്ങൾക്ക്, സ്ഥിതിക്ക്, ഉത്ഭവത്തിന്, അതേപോലെ തന്നെ ആ നാശത്തിനൊക്കെ ഹേതുവായിട്ട് യാതൊന്നാണോ ഉള്ളത്, യാതൊന്നാണോ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും കാരണമല്ലാത്തതും
അതേപോലെ യാതൊരു ഭഗവാന്, യാതൊരു പരബ്രഹ്മത്തിന് യാതൊന്നും കാരണമായിട്ടില്ലയോ? അവരവരുടെ ഹൃദയത്തില് നമ്മളൊക്കെ ആത്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിക്കുക പതിവുണ്ട്. ഈശ്വരൻ വെച്ചാൽ അവരവരുടെ ഉള്ളിലാണ് ഉള്ളത്. അതാ ഭാഗവതൻ നമ്മളോട് പറയണത്. ഹൃദിസ്ഥ, ഭഗവതൻ നമ്മളോട് പറയണു ഈശ്വരൻ വേറെ എവിടെയല്ല ഉള്ളത്. ഹൃദിസ്ഥ, ഹൃദിസ്ഥ, ഭഗവാൻ അവരവരുടെ ഹൃദയത്തിനാണ്. ഹൃദയം എന്നുള്ള പേര് തന്നെ വന്നത് അങ്ങനെയാണ് അത്രേ. ഹൃദി അയം ഇതി ഹൃദയം. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അതിന് ഹൃദയം എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പോ ഹൃദിസ്ഥ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ. നമ്മൾ ഭഗവാന്റെ അടുക്കൽ എത്താൻ വേണ്ടിയിട്ട് എത്ര യാത്രയാ ചെയ്യണമെന്നറിയോ? ഓരോരുത്തരും ഈശ്വരനെ കാണാനുള്ള യാത്രയിലാണ് നമ്മളൊക്കെ. എത്ര കാലമായി ഭഗവാനെ കാണാൻ വേണ്ടി ഗുരുവായൂരും അതേപോലെ തന്നെ കാശിയിലും രാമേശ്വരത്തും ബദരിയിലും അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിച്ച് നടക്കണു. അതിദൂരസ്ഥനായിട്ടാണ് ഭഗവാൻ നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഹൃദിസ്ഥനാണ് ഭഗവാൻ. അപ്പോ കർമ്മവിക്ഷിപ്ത ചേതസാം അതിദൂരസ്ഥ. കർമ്മവിക്ഷിപ്ത ചേതസ്സുകളായിട്ടുള്ള ആളുകൾക്ക് അതിദൂരസ്ഥനായി നിൽക്കുന്നവനാണെങ്കിലും ഭഗവാൻ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തില് ഇരുന്നു കൊണ്ട്, പ്രത്യേകാത്മസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് യാതൊരു ഭഗവാനാണോ? സ്വപ്നജാഗര സുഷുപ്തിഷു. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനെന്നുള്ള ആ ബോധം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനുണ്ട്, മനസ്സുണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഈ പ്രപഞ്ചമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഗാഠനിദ്രയിലേക്ക് നമ്മൾ വഴുതി വീണ് കഴിഞ്ഞാൽ അവിടെ മനസ്സുമില്ല. പക്ഷേ അവിടെയും ഞാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ നല്ല ഉറങ്ങിപ്പോവും. ചിലപ്പോൾ സുഷുപ്തിയിൽ പെട്ടുപോയാൽ നമ്മൾ പറയും, ഇന്നലെ മഴ പെയ്തത് ഞാൻ അറിഞ്ഞില്ല, കൊതുകടിച്ചതും ഞാൻ അറിഞ്ഞില്ല, കരണ്ട് പോയതും ഞാൻ അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. നമ്മളൊന്നും അറിഞ്ഞില്ല. കരണ്ട് പോയത് അറിഞ്ഞില്ല, കൊതുകടിച്ചറിഞ്ഞില്ല, മഴ പെയ്തറിഞ്ഞില്ല. പക്ഷെ സുഖമായി എന്നുള്ളൊരു ബോധം നമുക്ക്. ആർക്കാ സുഖമായത്? അപ്പൊ ആരാ ആ സുഖം അനുഭവിച്ചത്? അവിടെയും നമ്മള് ഒരു അഹം അവിടെ ഉണർന്നിരിക്കുന്നുണ്ട്. അത് ജീവാഹന്തയല്ല, ജീവനല്ല, ആത്മാവാണ്. അത് ആ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമെല്ലാം ഉള്ള ആ അവിടെ വ്യക്തിത്വം ഇല്ല, അസ്തിത്വം മാത്രമേ ഉള്ളൂ. ഞാൻ ഹരിനാരായണൻ എന്നുള്ള ആളൊന്നും അവിടെ ഇല്ല. പിന്നെയോ ഒരു ചൈതന്യം മാത്രം, ഒരു അസ്തിത്വം, ഒരു ഉണ്മ, ഒരു സത്ത, അത് മാത്രമേ ഉള്ളൂ. ആ സത്ത അതാണ് ഭഗവാൻ. ആ ഭഗവാൻ ആ ജാഗ്രത അവസ്ഥയിൽ നിന്ന്, ആ സുഷുപ്തിയിൽ നിന്ന് നമ്മൾ ഉണരുമ്പോ ആദ്യം ഒരു ജീവാഹന്ത വരണു. ആ ജീവാഹന്ത വന്ന് ഞാനെന്ന് പ്രാദേശമാത്രം ഭാഗവതം പറയണു, പ്രാദേശമാത്രമായിട്ട് ജീവാഹന്തയിലേക്ക് നമ്മൾ ചുരുങ്ങണു. ആ ജീവാഹന്ത ഇല്ലാതായി എല്ലാം ഭഗവാനാണ്, എന്നിലും നിങ്ങളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം ഭഗവാനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തുമ്പോ എല്ലാം സച്ചിദാനന്ദ സ്വരൂപമായിട്ട് കാണുമ്പോ ഇദം ഹി വിശ്വം ഭഗവാൻ ഇവേതര എന്നുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുമ്പോ ഭഗവാനായിട്ട് എല്ലാം കാണാൻ കഴിയും. അതന്നെയാണ് ഭഗവത് ഭക്തി. ഭഗവാനല്ലാതെ പ്രപഞ്ചത്തിലൊന്നുമില്ല എന്ന് അറിയലാണ് ഭഗവത് ഭക്തി. ആ എന്നിലുള്ള എൻ്റെ സ്വസ്വരൂപത്തിനെ, എൻ്റെ സ്വന്തം സ്വരൂപത്തിനെ നിരന്തരം അനുസന്ധാനം ചെയ്യല്, അതാണ് ഭക്തി. സ്വസ്വരൂപാനുസന്ധാനം ഭക്തി. ആ ചൈതന്യത്തെ, ആ ഭഗവാനെ കാണല്. ആ നമ്മുടെ മനസ്സിൽ അനേകം ചിന്തകള്, വൃത്തികള് വന്നു ചേരും. ഓരോ ചിന്തകളായിട്ട് വരണു.
ആ ചിന്തകളൊക്കെ വന്നു പോകുമ്പോ ആ ചിന്തകൾക്കൊക്കെ ഇടയില് വല്ലതും ഉണ്ടോ? ചിന്തിച്ചു നോക്കുമ്പോ ഈ ചിന്തകളൊക്കെ ഒരു ചിതാകാശത്തിലാണ് പ്രകാശിക്കുന്നത്. ആ ചിന്തകൾക്കൊക്കെ ഇടയില് ഒരു ഇടയനുണ്ട്. ആ ഇടയൻ, ആ ഗോപാലൻ, ആ ഭഗവാൻ, അത് തന്നെയാണ് ഞാൻ. ഹൃദിസ്ഥനായിട്ടുള്ള ആ ഭഗവാൻ. ആ ഭഗവാനെ അറിയാൻ കഴിയുമ്പോ ബാക്കിയുള്ള ജീവാഹന്തകളൊക്കെ ഇല്ലാതാവും. നിഴല് ജീവാഹന്ത ഉണ്ടാവുന്ന എവിടുന്ന? ഭഗവാനിൽ നിന്ന് തന്നെയാണ്. നിഴല് ഉണ്ടാവണം. ഒരു കുറ്റി നാട്ടിയിട്ടുണ്ട്. ആ കുറ്റിയിലേക്ക് ഒരു വെളിച്ചം അടിക്കുമ്പോ ഒരു നിഴല് കാണാം. ആ നിഴല് എവിടുന്ന തുടങ്ങുന്നത്? ആ നിഴലിനെ നല്ലവണ്ണം പരിശോധിക്കുമ്പോ അത് അടിസ്ഥാനമായിട്ടുള്ള ആത്മാവിൽ നിന്നാ തുടങ്ങും. അപ്പോ മനസ്സാകുന്ന നിഴലിനെ തിരഞ്ഞു തിരഞ്ഞ് അതിനെ വേണ്ട വിധം എവിടെ നിന്ന് ആരംഭിക്കണു എന്ന് നിരന്തരം അനുസന്ധാനം ചെയ്ത് അവസാനം അടിസ്ഥാനമായിട്ടുള്ള ഭഗവാനിൽ തന്നെ എത്തിച്ചേരല്. അപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തുക. ആ ഭഗവാൻ അങ്ങനെയുള്ള ആ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിഷ്ടാ ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേനാം സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. അത് തന്നെയാണ് ആ പരമസത്യമായിട്ടുള്ള ഭഗവാൻ. സത്യം പരം ധീമഹി. ആ പരമസത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങളെല്ലാവരും ഇതാ നിരന്തരം അനുസന്ധാനം ചെയ്യാൻ, ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. സത്യം പരം ധീമഹി. ആ സത്യം, ആ ഭഗവാന്റെ സ്വരൂപ ലക്ഷണം, അതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് നേരത്തെ പറഞ്ഞ തടസ്ഥ ലക്ഷണം തന്നെയാണ് ജന്മാദ്യസ്യ യതഃ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് യാതൊരു ഭഗവാനിൽ നിന്നുണ്ടായോ? യാതൊരു ഈ കാര്യമായ ഈ പ്രപഞ്ചം, നമുക്കറിയാം പ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവാൻ ഒരു കാരണം വേണം, കാര്യകാരണ ബന്ധം. അപ്പോ കാര്യമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ട് യാതൊരു വസ്തു ഉണ്ടായത് കൊണ്ടാണോ, ആ കാരണമുണ്ടായത് കൊണ്ടാണോ ഈ കാര്യമായ പ്രപഞ്ചം ഉണ്ടായത്? ഇങ്ങനെ അന്വയം കൊണ്ടും, അതേപോലെ തന്നെ യാതൊരു ഭഗവാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചവും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ ഇതരതശ്ച, കാര്യകാരണ ബന്ധങ്ങളെ കൊണ്ട്, അന്വയ വ്യതിരേകാദികളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് യാതൊരു ഭഗവാങ്കലാണ് എന്ന് ഉറപ്പിക്കാമോ? അന്വയശ്ച ഇതരതശ്ച അർത്ഥേഷ്വഭിജ്ഞഃ. ഈ പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളിലും ജ്ഞാനസ്വരൂപനായിട്ട് വിളങ്ങുന്നത്, അഭിജ്ഞനായിട്ട് ആത്മാവില് ഓരോന്നിനെയും അറിയണത്, ഈ സ്വപ്നത്തിലും ജാഗ്രത്തിലും സുഷുപ്തിയിലും അതെല്ലാം അനുഭവിക്കുന്നത് യാതൊരു ഭഗവാനാണോ? ആ അഭിജ്ഞ, എല്ലാം അറിയുന്ന അഭിജ്ഞനായ, പ്രപഞ്ചത്തെ മാത്രമല്ല തന്നെ തന്നെയും അറിയുന്ന അഭിജ്ഞ, സ്വരാൾ സ്വയം പ്രകാശനായി പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ? സ്വരാൺ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. ആദികവിയായ ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ആ വേദത്തെ, പ്രണവത്തെ, ആത്മതത്വത്തെ ആരാണോ ആദ്യമായി ആ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ ഹൃദയം വഴിയായി മനസ്സിലൂടെ ഉപദേശിച്ചു കൊടുത്തത് യാതൊരു ഭഗവാനാണോ? അതേപോലെ ആ തേജോവാരിമൃതാം യഥാ വിനിമയ, എപ്രകാരമാണോ തേജസ്സില് വാരിയുണ്ട് തോന്നുക. നമ്മൾ നല്ല ചുട്ടുപൊള്ളുന്ന വെയില് നടക്കുമ്പോഴേ മരുമരീചിക കാണാറുണ്ട്. വെയിൽ വെട്ടിത്തിളങ്ങുമ്പോൾ അത് കാണുമ്പോൾ ജലമാണ് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നല്ല ഒരു ജലത്തുള്ളിയില് പ്രഭാതത്തില് ഒരു പുല്ലിന്റെ തുമ്പിൽ ഒരു വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല മുത്തുമണിയാണ് നമുക്ക് തോന്നാറുണ്ട്. അപ്പോ വെള്ളത്തില്
മൃത്താണ് അല്ലെങ്കിൽ ഖരവസ്തുവാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. അതേപോലെ തന്നെ നല്ല ഒരു രത്നം കാണുമ്പോൾ, ഇരുട്ടത്ത് രത്നം കാണുമ്പോൾ ദീപമാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഖരവസ്തുവില് അഗ്നിയെ കാണണു, അല്ലെങ്കിൽ പ്രകാശത്തില് ജലത്തെ കാണുന്നു, ജലത്തില് ഖരവസ്തുവിനെ കാണുന്നു. അപ്പോ സത്യമായ വസ്തുവിനെ നമ്മൾ കാണുന്നില്ല, വിനിമയ വേറൊന്നാണെന്ന് തെറ്റിദ്ധരിക്കുക ചെയ്യുന്നു. ഇതേപോലെ ആ തേജോവാരി മൃദാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷാ. ഈ ത്രിസർഗം സത്വരജസ്തമോ ഗുണങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ത്രിസർഗം, ഈ സൃഷ്ടി ഉണ്ടല്ലോ, ഇത് യാതൊരു ഭഗവാനുമായിട്ട് ആ ഭഗവാനെ അറിയുമ്പോഴാണോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് എന്നുള്ള ബോധം ഉണ്ടാവുന്നത്. അഥവാ അമൃഷ, ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള തോന്നല് നമുക്കൊക്കെ ഉണ്ട്. ഇതെന്താ ഇതിന് കാരണം? ഇതിന്റെ അടിസ്ഥാനമായിട്ട് ഭഗവാൻ ഉള്ളതുകൊണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ കാണാം ആ ദേവിയുടെ ഒരു നാമം മിഥ്യാജഗദധിഷ്ഠാന. മിഥ്യയായിട്ടുള്ള ഈ ജഗത്തിന് അധിഷ്ഠാനമായിട്ടുള്ളവള് ദേവിയാണ്. അപ്പോ ഈ ജഗത്ത് മിഥ്യയാണ്, പക്ഷെ മിഥ്യയായ ജഗത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അടിസ്ഥാനമായിട്ട് ആ ദേവി ഉള്ളതുകൊണ്ട്. മിഥ്യാജഗദധിഷ്ഠാന. അപ്പോ തേജോവാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. തന്റെ തേജസ് കൊണ്ട് സകലവിധ അജ്ഞാനാന്ധകാരങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സത്യസ്വരൂപനായ ഭഗവാനെ ഞങ്ങളിതാ ധ്യാനിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ആ ആദ്യത്തെ ശ്ലോകത്തില് ഭാഗവതത്തില് ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? യാതൊരു ഭഗവാനെ കുറിച്ചാണോ പറയാൻ പോകുന്നത്? ആ ഭഗവത് തത്വത്തെയാണ് പ്രകാശിപ്പിച്ചത്. പിന്നീട് ആ രണ്ടാമത്തെ ശ്ലോകത്തില് ഭാഗവതത്തെ കുറിച്ച് പറയാണ്. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ധർമ്മപ്രോജ്ജിതകൈതവ. സാധാരണ ഒരു ഗ്രന്ഥത്തില് ആ ഗ്രന്ഥത്തിലെ വിഷയം എന്താണ്, ആ വിഷയം ഗ്രഹിക്കാനുള്ള അധികാരി ആരാണ്, അതേപോലെ അതിൻ്റെ സംബന്ധം എന്താണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, ഈ 4 കാര്യങ്ങൾ വെളിവാക്കണം ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ എന്നാണ് പഴയ ഒരു ഋഷീശ്വരന്മാരുടെ സമ്പ്രദായം. അങ്ങനെയാണെങ്കിൽ ഭാഗവതത്തിലെ പ്രതിപാദ്യമായ വിഷയം എന്ത് എന്നാണെങ്കിൽ ധർമ്മപ്രോജ്ജിതകൈതവഃ അത്ര. ഈ ഭാഗവതത്തില് പ്രോജ്ജിതകൈതവമായ ധർമ്മം, യാതൊരു വിധത്തിലും ആഗ്രഹങ്ങളുടെ കാമവാസനകളുടെ കലർപ്പില്ലാത്ത അകൈതവമായിട്ടുള്ള ധർമ്മത്തെയാണ് ഭാഗവതത്തിൽ ഇതാ പ്രകാശിപ്പിക്കാൻ പോകുന്നത്. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം. ആർക്കായി ഭാഗവത ധർമ്മം വേണ്ട വിധം ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നാണെങ്കിൽ നിർമത്സരാണാം സതാം വേദ്യം. നിർമത്സരന്മാരായിട്ടുള്ള പരമഹംസന്മാരായിട്ടുള്ള ആ യോഗീശ്വരന്മാര്, അവർക്കാണ് ഈ ഭാഗവത ധർമ്മത്തെ വേണ്ട വിധം ഉൾക്കൊള്ളാനുള്ള യോഗ്യതയുള്ളത്. ഭാഗവതത്തിന്റെ അവസാനം കാണാം. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയത്തെ. പാരമഹംസ്യമായിട്ടുള്ള അമലമായിട്ടുള്ള ജ്ഞാനമാണ് ഭാഗവതത്തില് ഇതാ വർണ്ണിക്കുന്നത്. എന്താ ഹംസന്മാർ എന്ന് വെച്ചാൽ, സാധാരണ വെള്ളവും പാലും കൂടി കലർത്തി വെച്ചാൽ അതിലെ പാലിനെ മാത്രം സ്വീകരിക്കാനുള്ള കഴിവ്, അതാണ് ഹംസങ്ങളുടെ പ്രത്യേകത. ഇതേപോലെ ഈ സത്തും അസത്തും, സത്തും ജഡവുമായിട്ട് കലർന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് സത്തായിട്ടുള്ള ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്നറിഞ്ഞ് അതിനെ മാത്രം സ്വീകരിക്കുന്ന ആ വിദ്യയാണ് ഹംസവിദ്യ എന്ന് പറയുന്നത്. ഈ
ദുഃഖ ഭൂയിഷ്ഠമായിട്ടുള്ള സംസാര ജീവിതത്തില് ഇതെല്ലാം, ഈ ജീവിതത്തിൽ കാണുന്നതെല്ലാം ഭഗവാനാണ്. യാതൊന്നു കാൺമതു നാരായണ പ്രതിമ, എല്ലാം ഭഗവാനാണ്. ആ എല്ലാം ഭഗവാനാണ് എന്നുള്ള ആ അറിവ്, അതിനെയാണ്, ആ സത്തിനെ സ്വീകരിക്കലാണ് ഹംസവിദ്യ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഭഗവാൻ ഹംസസ്വരൂപിയായിട്ട് ഏകാശത്തില് സനകാദി യോഗീശ്വരന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും. ആ പാരമഹംസ്യമായിട്ടുള്ള ആ അകൈതവമായ ധർമ്മത്തെയാണ് ഭാഗവതത്തിൽ ഇതാ പ്രകാശിപ്പിക്കാൻ പോകുന്നത്. അവരാണ്, ആ പരമഹംസന്മാരാണ് ഇതിന് യഥാർത്ഥത്തില് അധികാരികള്. എന്താ? അതേപോലെ തന്നെ താപത്രയോന്മൂലനം, ഇതിന്റെ പ്രയോജനം താപത്രയോന്മൂലനം എന്നുള്ളതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട്, ഇതിന് വല്ല വേദത്തിന്റെ അംഗീകാരമുണ്ടോ, വേദത്തിന്റെ പ്രാമാണികതയുണ്ടോ എന്നാണെങ്കിൽ നിഗമകൽപ്പതരോർഗളിതം ഫലം, വേദത്തിന്റെ ആ വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് മൂത്ത് പഴുത്ത് പാകമായിട്ട് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ അടർന്ന് താഴത്തേക്ക് വീണ് ശ്രീശുഖബ്രഹ്മർഷിയാകുന്ന ആ തത്ത, സാധാരണ ഒരു പഴം തത്തകൾ കൊത്തണമെങ്കിലേ അത് നല്ല പാകമാവണം, അല്ലെങ്കിൽ വാടിയതോ പുഴുക്കുത്തു വീണതോ ആയ ഒരു ഫലത്തിലെ തത്ത ആസ്വദിക്കാറില്ല. ഇത് പരമഹംസനായിട്ടുള്ള മുക്തന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ള സുഖോ മുക്തോ വാമദേവശ്ച മുക്ത, മുക്തന്മാരിൽ ഏറ്റവും ശ്രുതികളില് മുക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ 2 പേരെ മാത്രമേ പേരെടുത്ത് പറയുന്നുള്ളൂ. ഒന്ന് ശുഖോ മുക്ത, വാമദേവശ്ച മുക്ത. ശിശുക ബ്രഹ്മർഷിയാണ് ആദ്യമായിട്ട് പറയുന്നത്. ആ ശിശുക ബ്രഹ്മർഷി ആസ്വദിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതമായിട്ടുള്ള ഈ പഴം എന്നിങ്ങനെ ഭാഗവത ആരംഭത്തിൽ പറഞ്ഞ്, അതിലാദ്യമായി നൈമിഷാരണ്യത്തില് നൈമിഷേ അനിമിഷക്ഷേത്രേ, അനിമിഷക്ഷേത്രമായ നൈമിഷാരണ്യത്തില് എന്താ അനിമിഷക്ഷേത്രം? നിമിഷോ അനിമിഷശ്രഗ്വീ, വിഷ്ണു സഹസ്രനാമത്തിൽ കാണാം ഭഗവാന്റെ തിരുനാമമായിട്ട് അനിമിഷൻ എന്നുള്ള ശബ്ദം. അത് അപ്പോ ഒരു വൈഷ്ണവ ക്ഷേത്രത്തില് എന്ന് മാത്രമല്ല അർത്ഥം. ആ നൈമിഷാരണ്യത്തില് നിമിഷം എന്ന് വെച്ചാൽ കാലത്തിന്റെ ഒരു ചെറിയ അംശമാണ്. അനിമിഷം എന്ന് വെച്ചാൽ കാലത്തിന്റെ ചെറിയ അംശം പോലും ഇല്ലാത്ത സ്ഥലം. അപ്പോ നൈമിഷാരണ്യം എങ്ങനെയാവണം? അവിടെ കാലം ഉണ്ടാവരുത്. അതായത് ഭഗവാന്റെ ഭാഗവതത്തിന്റെ മുമ്പിലെത്തിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വാച്ച് നോക്കാനുള്ള ഇട വരുത്തരുത്. കാലം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം. നൈമിഷേ അനിമിഷക്ഷേത്രേ, അവിടെ ഇതാ ആ ഭഗവാനെ കുറിച്ച്, ഭഗവൻ ലോകത്തെ ആഗ്രഹിക്കുന്ന ശൗനകാദി മഹർഷീശ്വരന്മാര് 1000 വർഷം നീണ്ടു നിൽക്കുന്ന യാഗം ആരംഭിച്ചു. ആ സത്സംഗത്തിലേക്ക് ഇതാ സൂത മഹാശയൻ കടന്നു വന്നു. ആ സൂതനോട് 6 ചോദ്യങ്ങള് ശൗനകാദി മഹർഷീശ്വരന്മാര് ചോദിച്ചു. ഇതാണ് ആ പ്രഥമ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ഇതൊക്കെയാണ് 6 ചോദ്യങ്ങൾ എന്നാണെങ്കിൽ ആ പ്രധാനമായ ചോദ്യം പുംസാമേകാന്തശ്രേയഃ തന്ന ശംസിതുമർഹസി. ഈ പ്രപഞ്ചത്തില് ഓരോ ജീവനും ഏകാന്തമായ ശ്രേയസ്, ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത ആത്മാനുഭൂതി നൽകുന്നതായ ആ ശ്രേയസ് അതെന്ത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം യത്സാരം, സകല പുരാണങ്ങളുടെയും വേദങ്ങളുടെയും എല്ലാം ഉപനിഷത്തുകളുടെയും ഒക്കെ സാരമായിട്ടുള്ളത് എന്താണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. സൂതാ അങ്ങ് സകല ശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ ഗുരുമുഖത്തിൽ നിന്ന് നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ആളാണ്. കലികാലത്തിൽ ജനിക്കാൻ പോകുന്ന ആളുകളാണെങ്കിലോ മന്ദാഹ സുമന്ദമതയഃ മന്ദഭാഗ്യാഃ ഹി ഉപദ്രുതാഃ. വേണ്ട വിധം സകല ശാസ്ത്രങ്ങളും പുരാണങ്ങളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വേണ്ട വിധം പഠിച്ച് അതിൽ നിന്നൊക്കെ സാരമായിട്ടുള്ളത് ഗ്രഹിക്കാനുള്ള കഴിവ് കലികാലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവില്ല. മന്ദാഹ, മന്ദന്മാരാണ്. എന്നാൽ ഇത് ഗുരുനാഥന്മാര് പറഞ്ഞു തന്നാൽ തന്നെ അത് വേണ്ട വിധം
ഗ്രഹിക്കാനുള്ള കഴിവുണ്ടോ? അതുമില്ല. സുമന്ദമതയ, മന്ദഭാഗ്യ, ഭാഗ്യമില്ല, അതിനുള്ള യോഗ്യതയില്ല. ഹി ഉപദ്രുത, അതേപോലെ ആയുസ് വളരെ കുറവ് എന്ന് മാത്രമല്ല, രോഗാദികളെ കൊണ്ട് സദാസമയവും വിഷമിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സകല ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ താല്പര്യം, സാരം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾക്കത് പറഞ്ഞു തരണേ. യത് സാരം തത്, അങ്ങ് പറഞ്ഞു തരണേ. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്, ഇത് പറഞ്ഞു തരണം. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? കംസനെ കൊല്ലാനായിരുന്നു ശ്രീകൃഷ്ണന്റെ അവതാരം. ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ സങ്കല്പമാത്രം കൊണ്ട് അനേക കോടി പ്രപഞ്ചങ്ങളെ ഉലകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിളകുന്ന ചിലിയുകളഭംഗിയും, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് ഭഗവാന്റെ ചില്ലികളുടെ ആ പുരികങ്ങളുടെ ഒരു ചലനം കൊണ്ടുണ്ടാവുമെങ്കിൽ അതിലേതോ ഒരു പ്രപഞ്ചത്തിലുള്ള ഒരു കംസനെ കൊല്ലാൻ കൃഷ്ണനായിട്ടൊരവതാരം അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൃഷ്ണാവതാരം? ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ഭഗവാൻ ശ്രീകൃഷ്ണനോടുകൂടി ബലരാമനോടുകൂടി ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആടിയത് എന്ന് ആ ഭഗവൻ ലീലകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ഭഗവാന്റെ മറ്റ് അവതാര കഥകളെ അതും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതേപോലെ ഞങ്ങൾക്ക് വലിയൊരു സംശയം, ശ്രീകൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് ധർമ്മം നിലനിന്നിരുന്നത്. ആ ധർമ്മം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തപ്പോ ഇപ്പോൾ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആ ധർമ്മം നിലനിൽക്കുന്നത്? ഇങ്ങനെ 6 ചോദ്യങ്ങള്. ഏകാന്തമായ ശ്രേയസ് എന്താണ്? സകല പുരാണോപനിഷത്ത് സാരമായിട്ടുള്ളത് ഏതാണ്? കൃഷ്ണാവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൃഷ്ണ അവതാര ലീലകൾ ഏതൊക്കെയായിരുന്നു? ഭഗവാന്റെ മറ്റ് അവതാര ലീലകൾ ഏതൊക്കെയാണ്? കലികാലത്തില് ധർമ്മം യാതൊന്നിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് ശൗനകാദി മഹർഷീശ്വരന്മാരുടെ അടുക്കൽ സൂതൻ ചോദിച്ചത്. ഇതിനു മറുപടിയായിട്ടാണ് ഇതാ ശ്രീമദ് ഭാഗവതത്തെ സൂതൻ ഉപദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം ആദ്യത്തെ ചോദ്യമാണ്. പുംസാം ഏകാന്തത ശ്രേയഃ തന്ന ശംസിതുമർഹസി. അതിന് മറുപടി ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ 6 ചോദ്യങ്ങൾക്കും ആദ്യത്തെ 2-3 അധ്യായങ്ങളിലായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം മുഴുവൻ അതിന്റെ വിസ്തരിച്ചിട്ടുള്ള മറുപടിയാണ്. ഏറ്റവും പ്രധാനമായ ചോദ്യം ഏകാന്തമായ ശ്രേയസ് എന്ത് എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭാഗവതത്തിന്റെ ഏറ്റവും അവസാനം സൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യത പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഭഗവാനെ ആശ്രയിക്കലാണ് ഇതാ ഏറ്റവും പരമമായ ശ്രേയസ് എന്ന്. നാമസങ്കീർത്തനവും ഭഗവാനെ ആ ഷഡംഗയായ ഭക്തിയിലൂടെ ശ്രവണ സ്മരണ കീർത്തനാദികളിലൂടെ. പ്രഹ്ലാദൻ ചോദിക്കില്ലേ, ആ ഷഡംഗയായ ഭക്തിയില്ലെങ്കിൽ സാധ്യഭക്തിയും സാധനാഭക്തിയുണ്ട്. ആ സഖ്യം ആത്മനിവേദനം, ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നുള്ള അവസാനത്തെ 3 ശ്രവണം കീർത്തനം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അതിൽ ആദ്യത്തെ 6 സാധനാഭക്തിയുടെ മാർഗം, സാധനാമാർഗം. അവസാനത്തെ 3 സാധ്യഭക്തി, ദാസ്യം സഖ്യം ആത്മനിവേദനം. ആ ഭാവത്തിലേക്ക് എത്തണം നമ്മൾ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ആദ്യം അനുഷ്ഠിക്കണം. ശ്രവണവും കീർത്തനവും സ്മരണവും അർച്ചനവും വന്ദനവും ഒക്കെ അനുഷ്ഠിക്കണം. അങ്ങനെ ആ ഷഡംഗയായ ഭക്തി, ആ ഷഡംഗയായ ഭക്തിയാണ് പരമമായ ശ്രേയസ്. അതിലൂടെയാണ് ആത്മനിവേദനമാകുന്ന സാധ്യഭക്തിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കുക.
എന്നുള്ളത് തത്വം അവസാനം കാണിച്ചു. അതേപോലെ തന്നെ സകല പുരാണ ഉപനിഷത്ത് സാരം എന്ത് എന്നുള്ള ചോദ്യത്തിനാണ് ഏകാദശ സ്കന്ധം മുഴുവൻ ഇതാ ഭഗവത് ഉദ്ധവ സംവാദത്തിലൂടെ പ്രകാശിപ്പിച്ചത്. അതേപോലെ തന്നെ ശ്രീകൃഷ്ണാവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഭഗവാന്റെ കൃഷ്ണാവതാര ലീലകൾ ഏതൊക്കെ എന്നുള്ള ചോദ്യത്തിന് ദശമസ്കന്ധം കൊണ്ടാണ് സൂതൻ മറുപടി പറഞ്ഞത്. ഭഗവാന്റെ മറ്റവതാര ലീലകൾ ഏതൊക്കെ എന്നുള്ള ചോദ്യത്തിന് 3-ാമത്തെ സ്കന്ധം മുതൽ 9-ാമത്തെ സ്കന്ധം ഉൾപ്പെടെയുള്ള കഥകളെ കൊണ്ടും മറുപടി പറഞ്ഞു. പിന്നീടാണ് ഏറ്റവും പ്രധാനമായ അവസാനത്തെ ചോദ്യം, ധർമ്മം ഇപ്പോൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ ചോദ്യത്തിനാണ് 2-ാമത്തെ അധ്യായത്തില് ആദ്യമായിട്ട് സൂതൻ മറുപടി പറയാൻ ആരംഭിച്ചത്. അത് പറയുന്നതിന് മുമ്പേ തനിക്ക് ഭാഗവതം ഉപദേശിച്ച ഗുരുനാഥനെ ഒന്ന് വീണ് നമസ്കരിക്കുകയാണ് സൂതൻ. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ശ്രീശുക ബ്രഹ്മർഷി ഈ ഭാഗവതം നമുക്ക് പകർന്നു തന്നു. ഭൂമിയിൽ ഈ ഭാഗവതത്തിന് ഭഗവാങ്കൽ നിന്ന് ആദിനാരായണിൽ നിന്ന് ചതുശ്ലോകിയായിട്ട് ആരംഭിച്ച് ബ്രഹ്മാവിലൂടെ വ്യാസനിലെത്തി, വ്യാസനിലൂടെ ശ്രീനാരദ മഹർഷിയിലെത്തി, നാരദനിലൂടെ വ്യാസനിലെത്തി, വ്യാസനിലൂടെ ശ്രീശുക ബ്രഹ്മർഷിയിലെത്തി. ഭൂമിയില് ഈ ഭാഗവത ഗംഗ ആദ്യമായിട്ട് പകർന്നു തന്നത് ആ ശ്രീശുക ബ്രഹ്മർഷിയാണ്. വ്യാസമുഖത്തിൽ നിന്ന് അഭ്യസിച്ച് ഭാഗവത ഗംഗയെ നമുക്ക് പകർന്നു തന്നത്. ആ ഗുരുനാഥനെ, സൂതൻ തന്റെ ഗുരുനാഥനെ വീഴു നമസ്കരിക്കുകയാണ്. ആ ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതത്തിലൂടെ പ്രതിപാദിച്ചത് മറ്റൊന്നുമല്ല, യത് സ്വാനുഭാവം, തൻ്റെ അനുഭവം. താൻ ഏതൊരു ആത്മസ്വരൂപനെയാണോ, ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണോ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സ്വന്തം അനുഭവം, അതാ ശ്രീശുക ബ്രഹ്മർഷി നമുക്ക് പറഞ്ഞത്. യസ്വാനുഭാവം, താൻ അറിയാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആചാര്യനുള്ള അവസ്ഥ എത്തണമെങ്കിൽ തന്നെ ആചിനോതി ശാസ്ത്രാണി സ്വയം ആചരത്തെ പുനഃ സ്ഥാപയത്യപി ചാചാരേ തസ്മാത് ആചാര്യ ഉച്യതേ. ശാസ്ത്രതത്വങ്ങളെ ചികഞ്ഞ് അതിൽ നിന്ന് ആ രഹസ്യങ്ങളെ സ്വീകരിച്ച് സ്വന്തം ജീവിതത്തിൽ അത് അനുഭവം ഉണ്ടാവണം. ആ അനുഭവമുള്ളതിനെ ആണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ അങ്ങനെയായിരുന്നു. അധീതി ബോധ ആചരണ പ്രചാരണം. ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കും. ആ ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കുന്നതിനെയാണ് അധീതി എന്ന് പറയുക. ആ പഠിച്ചതിനെ സ്വന്തം അനുഭവമാക്കിയിട്ട് സ്വാംശീകരിച്ച് അത് തൻ്റെ അനുഭവത്തിൽ നല്ലവണ്ണം ഉറപ്പിക്കും. അതിനെയാണ് ബോധം എന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ 2-ാമത്തെ ഘട്ടം. ആ പഠിച്ചതിനെ സ്വന്തം ജീവിതത്തിൽ നിരന്തരം ആചരിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ആചരണം. എന്നിട്ടാണ് അത് പ്രചരിപ്പിക്കുക, പ്രചാരണം. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ 4 ഘട്ടങ്ങൾ തന്നെ. അപ്പോൾ ഇങ്ങനെ സ്വന്തം അനുഭവമായിട്ടുള്ള യസ്വാനുഭാവം, എന്നാൽ എനിക്ക് അനുഭവമുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും അംഗീകരിക്കില്ല, ശാസ്ത്രം അംഗീകരിക്കില്ല, മനീഷികൾ അംഗീകരിക്കില്ല. അതിനെന്ത് വേണം? വേദം അതിനെ അംഗീകരിക്കണം. വേദം അംഗീകരിച്ചിട്ടുണ്ടോ? ഈ ശ്രീശുകന്റെ സ്വാനുഭവത്തെ വേദം അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ ശ്രുതിസാരം, വേദത്തിൽ പറയുന്നതിന്റെ മുഴുവൻ സാരമായിട്ടുള്ള ആത്മാവിനെയാണ് അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെ സ്വാംശീകരിച്ചത്. യസ്വാനുഭാവം അഖിലശ്രുതിസാരം, അതേതാ? ഏകം, ഭഗവാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള ആ ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി എന്നുള്ള ആ തത്വം, അത് തന്നെയാ ശ്രീശുക ബ്രഹ്മർഷി അനുഭവിച്ചത്. ഏകം അധ്യാത്മദീപം, ആ അനുഭവിച്ചതിനെ അദ്ദേഹം ഒരു വിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെ കൊളുത്തി വെച്ചു എന്നാണ്. ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെ പിതാവായിട്ടുള്ള വേദവ്യാസ മഹർഷി ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്.
നമുക്ക് കാണാം ഭഗവത്ഗീതയുടെ ആരംഭത്തില് ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഭാരത തൈലപൂർണ പ്രജ്വാലിത ജ്ഞാനമയ പ്രദീപ. ജ്ഞാനസ്വരൂപമായിട്ടുള്ള ഒരു ദീപം. അച്ഛനെ പോലെ മകനൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ഏതാണത്? അധ്യാത്മദീപം. ആത്മാവിനെ അറിയാനുള്ള ഒരു ദീപം, അധ്യാത്മദീപം. ആ ദീപം അതിതിതീർഷതാം തമോന്ധം. ഈ സംസാരമാകുന്ന അന്ധകാരത്തിനെ കടക്കാൻ ഈ വിളക്കെടുത്താൽ മതി. ഭാഗവതമാകുന്ന ശ്രീശുകന്റെ അനുഭവമാകുന്ന ഏകമായ ശ്രുതിസാരമായിട്ടുള്ള ആ തത്വം, അധ്യാത്മദീപം, ഭാഗവതം. ആ ഭാഗവതമാകുന്ന വിളക്ക് കയ്യിലെടുത്താൽ മതി. അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ. ഈ അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട സംസാരത്തിന്റെ വിഭ്രമങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന ആളുകളോട് ഉള്ള കരുണഹേതുവായിട്ട് ശ്രീശുക ബ്രഹ്മർഷി അകൽമഷമായിട്ടുള്ള സദ്ധർമ്മത്തെക്കുറിച്ചാ പറഞ്ഞത്. ആ ധർമ്മ പ്രോജ്ജിതകൈതവമായ ധർമ്മം, അതെന്താ? യാതൊരാഗ്രഹവും ഉണ്ടാവരുത് എന്ന്. ശ്രീശുക ബ്രഹ്മർഷിക്ക് ഈ ഭാഗവതമാകുന്ന ദീപം കൊളുത്തി വെക്കുമ്പോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ലാന്ന് കാണിക്കാണ്. സംസാരിണാം കരുണയാ. ആഹാ, സംസാരത്തിൽപ്പെട്ടുടലുന്നവരോട് കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഇതാ പറഞ്ഞു തന്ന തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങും. ധർമ്മത്തിന്റെ തത്വം എന്ത്? ധർമ്മം ഇപ്പോ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതിന് ധർമ്മം എന്ത് എന്ന് ആദ്യം അറിയണം. എന്താ ധർമ്മം? ധർമ്മത്തെക്കുറിച്ചാണ് വേദവ്യാസ മഹർഷി മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെ മുഴുവൻ വിശദീകരിച്ചത്. ധർമ്മത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ഇത് തന്നെയാണ് മഹാഭാരതത്തിന്റെ ധ്യേയവാക്യം തന്നെ. ആ ധർമ്മം എന്തെന്ന് ഇത്രയും 1,00,000-ലധികം വരുന്ന ബൃഹത്തായിട്ടുള്ള ഇതിഹാസം, പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായ മഹാഭാരതം എഴുതിയിട്ടുകൂടി വ്യാസന് വേണ്ട വിധം വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇനിയും താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആ കൃതകൃത്യതാബോധം ഇല്ലായ്മ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭാഗവതം എഴുതിയത്. അപ്പോ ആ ധർമ്മം അതെന്താ എന്നാണെങ്കിൽ പറഞ്ഞു. ഭാഗവതത്തില് ആ തുടക്കമായിട്ട് തന്നെ പറഞ്ഞു, സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തി അധോക്ഷജേ. ധർമ്മം എന്ന് വെച്ചാൽ ഇതുവരെ വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ചൊക്കെ വളരെ 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 വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ധർമ്മം. ഭാരതത്തിൽ പറഞ്ഞ വാക്കുകളെയൊക്കെ ഒന്ന് വ്യാസൻ ഒന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. അന്ന് തനിക്ക് മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്ത പോയ ആ ധർമ്മത്തിന്റെ തത്വം ഭാഗവതത്തില് വ്യാസൻ വെളിപ്പെടുത്തി കൊടുക്കാണ്. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരധോക്ഷജേ. അധോക്ഷജനായിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ ഒന്നും അറിയാൻ സാധിക്കാത്ത ആ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്ന ആ അധോക്ഷജനായിട്ടുള്ള ആത്മസ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ എന്തനുഷ്ഠിക്കണമോ അതാണ് ധർമ്മം. യതോ സവൈ പുംസാം പരോ ധർമ്മഃ യതോ ഭക്തിരഥോക്ഷജേ. ആത്മസ്വരൂപനായ ഭഗവാൻകല് ഭക്തി ഉണ്ടാവണം. എന്താ ഭക്തി? ആ ആത്മസ്വരൂപനെ നിരന്തരം അനുസന്ധാനം ചെയ്യാൻ, സ്വസ്വരൂപാനുസന്ധാനത്തിന് ഹേതുവാക്കുന്നത് ഏതോ അതാണ് പരമമായ ധർമ്മം. നമ്മളൊക്കെ ഇന്ന് ധർമ്മമാണെന്ന് പലതും ധരിച്ചിട്ടുണ്ട്. ദാനം ചെയ്യുന്നത് ധർമ്മമാണ്, തീർത്ഥാടനം ചെയ്യുന്നത് ധർമ്മമാണ്, വേദാധ്യയനം ചെയ്യുന്നത് ധർമ്മമാണ്. ഇതൊക്കെ ധർമ്മമാണ്. എപ്പോ? അതുകൊണ്ടൊക്കെ അവരവരുടെ ഹൃദയത്തിന് ഭക്തി ഉണ്ടാവുമെങ്കിൽ, ആത്മാനുഭൂതി അതിന് കാരണമാകുമെങ്കിൽ ഇതൊക്കെ ധർമ്മമാണ്.
ഈ ആത്മാനുഭൂതി ഇല്ല. അഹങ്കാരാണ്, ജീവ അഹന്തയുടെ വലുപ്പാണ് വീണ്ടും ഉണ്ടാവുന്നത്. എങ്കില് ഞാനേ 18 തവണ കാശിയിൽ പോയിട്ടുണ്ട്. എന്താ കാര്യം? അഹങ്കാരാണ്. 108 തവണ സപ്താഹം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ കാര്യം? പരീക്ഷിത്ത് മഹാരാജാവ് സപ്താഹം വായിച്ചിട്ടേ ഇല്ല, ഭാഗവതം വായിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഒരൊറ്റ തവണ കേട്ടിട്ടേ ഉള്ളൂ. അതോടുകൂടി അദ്ദേഹത്തിന് മുക്തി കിട്ടി. നമ്മളൊക്കെ എത്ര ഭാഗവതം കേട്ടു, എന്നിട്ട് എന്തേ നമുക്ക് മുക്തി കിട്ടാഞ്ഞത്? അതോ നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ചതൊന്നും പരമമായ ധർമ്മമായിട്ടില്ല. ധർമ്മം അല്ല എന്ന് പറയണില്ല, പക്ഷെ അതൊക്കെ അതിലേക്കുള്ള വഴി മാത്രമായിട്ടേ ഉള്ളൂ, പരമമായ ധർമ്മമായിട്ടില്ല. കാരണം ആ ആത്മസ്വരൂപനായിട്ടുള്ള ഭാഗവതം കേട്ടാൽ, എന്തിനാ പലരും ഭാഗവതം കേൾക്കാൻ വരുന്നത്? അതാ ഉച്ചയ്ക്ക് നല്ല ഊണുണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ട് തീരണു. അപ്പോ ആത്മസ്വരൂപ ആത്മാനുസന്ധാനത്തിന് അതിന് കാരണമാവണില്ല. അതിന് കാരണമായി തീരുമ്പോ അത് പരമമായ ധർമ്മമാണ്. അതുവരെ ഇതൊന്നും പരമമായ ധർമ്മമല്ല. തീർത്ഥാടനം ചെയ്താലും ദാനധർമ്മങ്ങൾ ചെയ്താലും എന്തെന്തനുഷ്ഠിച്ചാലും ശരി, ഈ ആത്മാനുസന്ധാനത്തിന് കാരണമായിട്ട് തീരുന്നില്ല എങ്കിൽ അത് പരമമായിട്ടുള്ള ധർമ്മമായിട്ട് തീരുന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ. എങ്ങനെയുള്ള ഭക്തി ആവണം? അഹൈതുകീ ഭക്തി. അഹൈതുകീ ഭക്തിയാണ്. ഇന്ന് കാണുന്നതൊക്കെ ഭക്തി ആഭാസങ്ങളാണ്. ഭക്തിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഭക്തി അഹൈതുകി, ആ ഭഗവാനോട്, ആത്മസ്വരൂപനായ ഭഗവാനോടുള്ള അഹൈതുകിയായ ഭക്തി. യാതൊരു ഹേതുവും ഉണ്ടാവരുത്, അതിന് കാരണങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മളോടൊക്കെ ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്? അതോ എൻ്റെ മകളുടെ കല്യാണം കഴിയണം, ഇതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗം മാറണം. മേൽപ്പത്തൂരിന് രോഗം മാറിയിട്ടുണ്ട്, എൻ്റെ ഈ രോഗം മാറണം, കല്യാണം കഴിയണം, ദാരിദ്ര്യം മാറണം. ഓരോരോ കാരണങ്ങള് നമ്മളുടെയൊക്കെ ഭക്തിക്കുണ്ട്. ഇത് ഭക്തിയല്ല. ഭക്തിയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പുകളാണെന്ന് പറയാം. പക്ഷേ അതൊക്കെ മാറിയിട്ട് എനിക്ക് ഭഗവാൻകളിൽ നിന്ന് യാതൊന്നും ലഭിക്കാനില്ല. വൃത്രാസുരൻ പറയില്ലേ, ന പാരമേഷ്ഠ്യം നരസാധിപത്യം. എനിക്ക് ബ്രഹ്മാവിന്റെ ലോകം വേണ്ട, എനിക്ക് രസാധിപത്യങ്ങള് പാതാളാദി ലോകങ്ങളുടെയും വേണ്ട, ന മഹേന്ദ്രധിഷ്ണ്യം സ്വർഗലോകവും വേണ്ട, അപുനർഭവം വാ ന യോഗസിദ്ധി അപുനർഭവം വാ. എനിക്ക് യോഗസിദ്ധികളും വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട ഭഗവാൻ. പിന്നെ എന്താ വൃത്രാസുര വേണ്ടത്? സമഞ്ജസ ത്വാവിരഹയ്യകാംക്ഷേ. ഭഗവാനെ, എനിക്ക് അവിടുത്തെ മാത്രം മതി. ഭഗവാനെ കിട്ടണം, ഭഗവാനെ അറിയണം, അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ആ ഭക്തിയുടെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തണം. അഹൈതുകി. അഹൈതുകി മാത്രം പോരാ, അപ്രതിഹത. അഹൈതുക്യ അപ്രതിഹത. അപ്രതിഹതയായിരിക്കണം. അതായത് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവരുത്. നമ്മളുടെ ഭക്തി അങ്ങനെയാണ്. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു, ഒരു സാധാരണക്കാര് എന്തെങ്കിലുമൊക്കെ അവരവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ വേഗം ഒരു ജ്യോതിഷക്കാരനെ സമീപിക്കും. ആ ജ്യോതിഷകൻ പറയും, ഇന്ന അമ്പലത്തിൽ പോയിട്ടൊരു വഴിപാട് ചെയ്യൂ. എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യും. വഴിപാട് ചെയ്തു, കാര്യം നടക്കൂല. വീണ്ടും ജ്യോതിഷക്കാരൻ്റെ അടുത്ത് പോകും. വീണ്ടും അന്ന് ചെയ്തത് ശരിയായിട്ടില്ല, ഒന്നുകൂടി ചെയ്യും. വീണ്ടും പോവും. ഇങ്ങനെ ഒരു 4-5 തവണ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാ അറിയോ, ആ അമ്പലത്തിലെ വഴിപാട് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ ജ്യോത്സ്യനും ശരിയല്ല, നമുക്ക് മറ്റൊരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോവാം, മറ്റൊരു അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്വഭാവം. അത് കാരണം നമുക്കൊന്നും ആ വിശ്വാസമായിട്ടില്ല. അപ്പൊ അപ്രതിഹതയായിരിക്കണം. അഹൈതുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. ആ അഹൈതുകിയും അപ്രതിഹതയുമായ ആ ഈശ്വര ഭക്തി, ആത്മാനുസന്ധാനം ഉണ്ടാവുകയാണെങ്കിൽ ആത്മപ്രകാശം
നമുക്ക് അനുഭവപ്പെടും. അതാണ് പരമമായ ധർമ്മം. അതിനു വേണ്ടിയിട്ടാണ് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. വാസുദേവനായ ആ ഭഗവാനില് ഭക്തിയോഗത്തെ വേണ്ട വിധം യോജിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. ആ ഭക്തി ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യദാഹൈതുകം. വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും ഒക്കെ ആ ഭക്തി നമുക്ക് കൊണ്ടുവന്ന് തരും. മഹാത്മ്യത്തിൽ പറഞ്ഞത് അതാണ്. ഭക്തിയാകുന്ന മാതാവിൻ്റെ കിടാങ്ങളെ പോലെയാണ് ജ്ഞാനവൈരാഗ്യങ്ങള്. നിങ്ങൾ ഭക്തി സമ്പാദിക്കാൻ വേണ്ടി, ഈശ്വര ഭക്തിക്ക് വേണ്ടി ശ്രമിക്കൂ. ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കൂ. ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയണു. ആത്മാനുസന്ധാനത്തിലേക്ക് എത്തണു. ജ്ഞാനം നിങ്ങളിലേക്ക് ഒഴുകി വരണു. വൈരാഗ്യവും നിങ്ങളിലേക്ക് ഒഴുകി വരണു. ഭക്തി എവിടെയാണോ നൃത്തം ചെയ്യുന്നത് അവിടെയാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവുക എന്നാണ് മഹാത്മ്യത്തിൽ നമ്മളോട് പറഞ്ഞത്. അല്ലാതെ വ്യാസൻ തനിക്ക് പറ്റിയൊരു തെറ്റ് തിരുത്താണ്. മഹാഭാരതത്തിൽ പറഞ്ഞു, ധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കൂ. പുരുഷാർത്ഥങ്ങളുടെ മൂലമായിട്ടുള്ള ധർമ്മമാണ് കാമങ്ങളെ നേടിത്തരുന്നത്. ധർമ്മമാണ് അർത്ഥസമ്പാദനത്തിന് നൽകുന്നത്. അതേപോലെ ധർമ്മമാണ് ഇതാ മോക്ഷത്തിനും കാരണമായിട്ടുള്ളത് എന്നൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞ ആ വാക്കുകളെ ഒന്ന് തിരുത്തി പറയാണ്. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാനോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾ, അതുകൊണ്ട് ആ പരംപുരുഷനായ ആത്മസ്വരൂപനായ ഭഗവാനില് നിങ്ങൾക്ക് രതിയുണ്ടാവുന്നില്ല, നൽകുന്നില്ല എങ്കിൽ ശ്രമ ഏവ ഹി കേവലം. നിങ്ങളെടുത്ത പണി മുഴുവൻ വെറുതെയാകുന്നു. ഭക്തി ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഷ്ഠിച്ച ധർമ്മങ്ങളൊക്കെ വെറുതെയാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മാർഗം? തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ചാധ്യേയ പൂജ്യശ്ച നിത്യദാ. ആ ഭഗവാനെ കുറിച്ച് നല്ലവണ്ണം കേൾക്കൂ. നിങ്ങൾ ശ്രോതവ്യ, ഭഗവത് കഥകൾ കേൾക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള കാമക്രോധാദികളായിട്ടുള്ള സകല മാലിന്യങ്ങളും കഴുകിക്കളയാൻ ഈ കഥാഗംഗയ്ക്കുള്ള ഒരു കഴിവുണ്ട്. ഭഗവാന്റെ കഥയാകുന്ന ഗംഗ, ഭാഗവത കഥയാകുന്ന ഗംഗ ഭഗവാന്റെ പത്മനാഭന്റെ മുഖത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. ഭഗവാനാണ് ചതുശ്ലോകി ഭാഗവത രൂപേണ ആദ്യം ഇത് പറഞ്ഞു കൊടുത്തത്. മറ്റേ ഗംഗ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വന്നതാണ്. ആ അച്യുതപദാംഭോജ പ്രസതായാ ഭവച്ഛിത എന്ന് ഭഗവത് പാദാരവിന്ദ തീർത്ഥത്തിന്റെ ഗംഗയുടെ മഹത്വം പറയുന്നുണ്ട്. ആ ഗംഗയേക്കാൾ മഹത്തരമായിട്ടുള്ളതാണ് ഭഗവാന്റെ മുഖാരവിന്ദത്തിലൂടെ ഒഴുകി വന്ന ഈ ഗംഗ. അതുകൊണ്ട് ഭാഗവത ഗംഗ വന്നപ്പോ മറ്റേ ഗംഗയുടെ പ്രാധാന്യം അല്പം ഒന്ന് കുറഞ്ഞു എന്നാണ് ദശമസ്കന്ധത്തിന്റെ അവസാനം പറയുന്നത്. മറ്റേ ഗംഗയിലേക്ക് അവിടെ പോയി സ്നാനം ചെയ്യണം. ഈ ഗംഗ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ടൊഴുകി വരുന്നതാണ്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കൂ. നിങ്ങൾ ശ്രോതവ്യ കീർത്തിതവ്യശ്ച, ഭഗവാനെ കുറിച്ച് കീർത്തിക്കൂ. നിങ്ങൾ അങ്ങനെ കീർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ശുശ്രൂഷോ, കേൾക്കാൻ ആരംഭിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുന്നു. ആ ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്ഥ അഭദ്രാണി വിധുനോതി. ആ അമംഗളങ്ങളെ ഇല്ലാതാക്കണം. സത്വഗുണത്തിന്റെ പ്രകാശം അവിടെ ഉണ്ടാവണം. സർവ സംശയങ്ങളും ഇല്ലാതാവണു. ആ ഭഗവാന്റെ ചിത്പ്രകാശം ഹൃദയത്തിൽ നിറയണു. ആ ഭഗവാനെ കുറിച്ചാണ് വേദങ്ങളും യമങ്ങളും നിയമങ്ങളും അനുഷ്ഠിക്കുന്നത് കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ളത്. വേദങ്ങൾ പുകഴ്ത്തുന്നതും തപസ്സുകൊണ്ട് നേടേണ്ടതും അതേപോലെ ജ്ഞാനം കൊണ്ട് അറിയേണ്ടതും എല്ലാം ആ ഭഗവാനെയാണ്. ഭഗവാനെ അറിയൂ എന്ന് പറഞ്ഞ് 3-ാമത്തെ അധ്യായത്തില് ആ ഭഗവാന്റെ കഥകള് സൂതൻ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് 24 അവതാരങ്ങളെയും ഒന്ന് ചുരുക്കമായി വർണ്ണിച്ച് അവസാനം പറഞ്ഞു, എന്തിനെയാണ് ധർമ്മം ആശ്രയിച്ചിരിക്കുന്നതെന്നല്ലേ. ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു. കൃഷ്ണദ്യുമണി നിമ്ലോചെ ആ അന്തർധാനം ചെയ്തു. എങ്കിലും
അർക്കഃ അധുനോദിതഃ. ഇതാ ഒരു പുരാണാർക്കൻ, പുരാണ സൂര്യനിതാ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സൂര്യനിതാ ധർമ്മത്തിന്റെ പ്രകാശം ലോകത്തില് പരത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിതാ നമുക്കും ആ പുരാണ സൂര്യന്റെ ഉദയമാണ്, ഭാഗവത ഭാസ്വാന്റെ പ്രകാശമാണ് നമ്മളെ യഥാർത്ഥത്തില് നയിക്കുന്നത്. ആ ഭഗവത ഭാസ്വാന്റെ പ്രകാശം നമ്മളെല്ലാവരുടെ കണ്ണുകളെയും തുറപ്പിക്കട്ടെ, ആത്മാവില് അത് പ്രകാശം പരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ സൂര്യന്റെ മുൻപില് ഒരു കൈവിളക്കായി ഈ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഗുരുപാദങ്ങളില്, ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങളെല്ലാവരെയും വന്ദിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.